സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഏറ്റവും വാത്സല്യം നിറഞ്ഞ സഹോദരങ്ങളെ, ഒന്നാം കൽപ്പനയുടെ ലംഘനവും അതുകാരണമായി വരുന്ന നമ്മുടെ ജീവിതത്തിലെ വിനാശങ്ങളെയും കൃപയില്ലാത്ത അവസ്ഥയും പറ്റി നമുക്ക് ധ്യാനിക്കാം. മനുഷ്യന് ദൈവത്തോടുള്ള കടമകളെ യേശു ഒരു കൽപ്പനയിൽ സംഗ്രഹിച്ചു. നീ നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും സർവശക്തിയോടും സ്നേഹിക്കുക. ഇസ്രായേലെ കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവാണ് എന്ന ആഘോഷപൂർവകമായ ആഹ്വാനത്തെ ഈ പ്രസ്താവന പ്രതിധ്വനിപ്പിക്കുന്നു. ദൈവം ആദ്യം സ്നേഹിച്ചു. ഏകദൈവത്തിൻ്റെ സ്നേഹം 10 വാക്കുകളിൽ ആദ്യമായി സമാഹരിക്കപ്പെടുന്നു. ഒരു ഗൈഡ് ലൈൻ പോലെ, സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നവർക്കുള്ള HR പോളിസി പോലെ. പിന്നെ മനുഷ്യൻ തൻ്റെ ദൈവത്തിന് നൽകാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന സ്നേഹത്തിൻ്റെ പ്രത്യുത്തരത്തെ കൽപ്പനകൾ വ്യക്തമാക്കുന്നു. പ്രഥമ കൽപ്പന വിശ്വാസം, ശരണം, സ്നേഹം എന്നിവ ഉൾക്കൊള്ളുന്നു. ദൈവം സുസ്ഥിരനും അചഞ്ചലനും എന്നും ഒരാളായിരിക്കുന്നവനും വിശ്വസ്തനും നീതിമാനുമാണെന്ന് നാം പറയുമ്പോൾ നാം കുറ്റമറ്റ വിധം ശരിയായി അവിടുത്തെ ഏറ്റുപറയുകയാണ്. അതിനാൽ നാം അവിടുത്തെ വാക്കുകൾ സ്വീകരിക്കുകയും അവിടുന്നിൽ പൂർണ്ണമായി വിശ്വസിക്കുകയും അവിടുത്തെ അധികാരത്തെ അംഗീകരിക്കുകയും ചെയ്യുക ആവശ്യമാണ്. അവിടുത്തെ സർവശക്തിയെയും കാരുണ്യത്തെയും നന്മ ചെയ്യാനുള്ള അവിടുത്തെ കഴിവും ആഭിമുഖ്യവും കണക്കിലെടുക്കുന്ന ആർക്കാണ് അവിടുത്തെ കർത്തൃത്വത്തിൽ പ്രത്യാശ അർപ്പിക്കാതിരിക്കാൻ സാധിക്കുക? നമ്മുടെ മേൽ അവിടുന്ന് ചൊരിഞ്ഞ നന്മയുടെയും സ്നേഹത്തിൻ്റെയും സമ്പത്തിനെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ആർക്കാണ് അവിടുത്തെ സ്നേഹിക്കാതിരിക്കാൻ കഴിയുക? നമുക്ക് ചിന്തിക്കാം. വിശുദ്ധ ലിഖിതത്തിൽ തൻ്റെ കൽപ്പനകളുടെ ആരംഭത്തിലും അവസാനത്തിലും ഞാനാണ് കർത്താവ് എന്ന വാക്യം ദൈവം പലതവണ ഉപയോഗിക്കുന്നു. ദൈവികവും കാതോലികവുമായ വിശ്വാസത്തോടെ വിശ്വസിക്കേണ്ട ഏതെങ്കിലും ഒരു സത്യത്തെ മാമോദീസ സ്വീകരണത്തിന് ശേഷം ദുർവാശിയോടെ പിടിവാശിയോടെ നിഷേധിക്കുന്നതോ അതിനെ സംബന്ധിച്ചുള്ള ദുർവാശിയോടെ സംശയിക്കുന്നതോ ആണ് പാഷണ്ഡത. ക്രൈസ്തവ വിശ്വാസത്തെ സമ്പൂർണമായി ഉപേക്ഷിക്കുന്നതാണ് വിശ്വാസത്യാഗം. പ്രഥമ കൽപ്പന ബഹുദേവതാവാദത്തെ ശപിച്ചു തള്ളുന്നു. മനുഷ്യൻ ഏകദൈവത്തെ അല്ലാതെ മറ്റു ദൈവങ്ങളിൽ വിശ്വസിക്കുകയോ മറ്റു ദേവന്മാരെ ആരാധിക്കുകയോ ചെയ്യരുതെന്ന് അത് ആവശ്യപ്പെടുന്നു. മനുഷ്യരുടെ കരവേലകളായ സൃഷ്ടികളായ വെള്ളിയോ സ്വർണമോ കൊണ്ടുള്ള വിഗ്രഹങ്ങളെ തള്ളിക്കളയുന്നതിനെക്കുറിച്ച് വിശുദ്ധ ലിഖിതം സ്ഥിരം ഓർമ്മിപ്പിക്കുന്നുണ്ട്. അവയ്ക്ക് അധരങ്ങളുണ്ട്, പക്ഷേ സംസാരിക്കുന്നില്ല. അവയ്ക്ക് കണ്ണുകളുണ്ട്, പക്ഷേ കാണുന്നില്ല. വ്യർത്ഥമായ ഈ വിഗ്രഹങ്ങൾ മനുഷ്യനെ വ്യർത്ഥനാക്കുന്നു, ജീവനില്ലാത്ത വ്യക്തിയായി മാറ്റുന്നു, ആത്മാവ് നഷ്ടമില്ലാതാക്കി തീർക്കുന്നു. അത് സ്വയം വരുത്തി വയ്ക്കുന്ന വിനാശമാണെന്ന് നമ്മൾക്ക് ഓർക്കാം. അവയെ നിർമ്മിക്കുന്നവരും അവയിൽ ആശ്രയിക്കുന്നവരും എല്ലാം അവരെ പോലെയാകും. മറിച്ച് ദൈവം ജീവിക്കുന്നവനും ചരിത്രത്തിൽ ഇടപെടുന്നവനുമായ ജീവിക്കുന്ന ദൈവമാണ്, ഒരു മിത്തോളജിക്കൽ ക്യാരക്ടറല്ല. ഞാനാണ് വഴിയും സത്യവും ജീവനും എന്ന് യോഹന്നാൻ 14:6 നാം കാണുന്നു. ആ സത്യം ഒരു കോൺസെപ്റ്റല്ല, ഒരു ഫിലോസഫിയല്ല, ഒരു വ്യക്തിയാണ്, കർത്താവായ യേശുക്രിസ്തു. നിങ്ങൾക്കും എനിക്കും വേണ്ടി കാൽവരി ക്രൂശിൽ ബലിയായി യാഗമായി തീർന്ന ആൽഫയും ഒമേഗയുമായ ഇനിയും ജനിക്കാനിരിക്കുന്ന തലമുറയുടെ പാപങ്ങൾക്ക് വേണ്ടി കൂടിയും ക്രൂശിൽ മരിച്ച കർത്താവായ യേശുക്രിസ്തു 3-ാം നാൾ ഉയർത്ത് നമ്മൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവിനെ തന്ന കർത്താവായ ദൈവം. വിഗ്രഹാരാധന അവിശ്വാസികളുടെ മിഥ്യയായ ആരാധനയെ മാത്രമല്ല സൂചിപ്പിക്കുന്നത്, അത് വിശ്വാസത്തിനെതിരായ ഒരു സ്ഥിരം പ്രലോഭനമായി നിലനിൽക്കുകയും ചെയ്യുന്നു. ദൈവമല്ലാത്തതിനെ ദൈവമാക്കുന്നതിലാണ് വിഗ്രഹാരാധന അടങ്ങിയിരിക്കുന്നത്. അത് എന്തുമാകാം. വ്യക്തിയാകാം, നമ്മളുടെ വിഷമങ്ങളാകാം, നാളെ പറ്റിയുള്ള ആകുലതയാകാം, നമ്മളുടെ വികാരങ്ങളാവാം, വ്യക്തികളാകാം, സാധന സാമഗ്രികളാകാം. ദൈവത്തിൻ്റെ സ്ഥാനത്ത് ഒരു സൃഷ്ടിയെ, അത് ദേവന്മാരോ സാത്താന്മാരോ
സാത്താൻ സേവയോ ശക്തിയോ സുഖമോ വംശമോ പൂർവികരോ രാഷ്ട്രമോ പണമോ എന്തുമായിക്കോട്ടെ, അതുപോലുള്ള എന്തെങ്കിലും നമ്മൾ കർത്താവിൻ്റെ സ്ഥാനത്ത് മാറ്റി നിർത്തി അവയ്ക്ക് മുഖ്യത്വം കൊടുക്കുമ്പോൾ നമ്മൾ വിഗ്രഹാരാധനയ്ക്ക് അടിമകളായി മാറുന്നു. അവയെ ബഹുമാനിക്കുകയോ ആരാധിക്കുകയോ ചെയ്യുമ്പോഴെല്ലാം നമ്മൾ വിഗ്രഹാരാധന തന്നെയാണ് നടത്തുന്നത്. യേശു പറയുന്നു, ദൈവത്തെയും മാമോനെയും സേവിക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. പല രക്തസാക്ഷികളും മരിച്ചത് മൃഗത്തെ ആരാധിക്കുന്നതിന്, അങ്ങനെ ആരാധിക്കുന്നതായി നടിക്കുന്നതിന് പോലും വിസമ്മതിച്ചതുകൊണ്ടാണ്. വിഗ്രഹാരാധന ദൈവത്തിൻ്റെ അനന്യമായ കർത്തൃത്വത്തെ തള്ളിപ്പറയുന്നു. തന്മൂലം അത് ദൈവത്തോടുള്ള മനുഷ്യൻ്റെ ദൈവവുമായുള്ള ഐക്യവുമായി ഒരിക്കലും ഒത്തുചേർന്ന് പോകില്ല. തൻ്റെ പ്രവാചകർക്കോ മറ്റു വിശുദ്ധർക്കോ ഭാവി വെളിപ്പെടുത്താൻ ദൈവത്തിന് തീർച്ചയായും സാധിക്കും. എന്നാലും ഭാവിയെ സംബന്ധിച്ച് ഏത് കാര്യത്തെക്കുറിച്ചും ദൈവപരിപാലനയ്ക്ക് തന്നെ പ്രത്യാശാപൂർവം സമർപ്പിക്കുകയും അതിനെ സംബന്ധിച്ച് അനാരോഗ്യകരമായ സകല ആകാംക്ഷയും ഉപേക്ഷിക്കുകയും ചെയ്യുകയാണ് യഥാർത്ഥമായ ക്രൈസ്തവ ശൈലി. മുൻ കരുതലില്ലായ്മ ഉത്തരവാദിത്വരാഹിത്യം സൃഷ്ടിക്കും. ജ്യോതിഷത്തിൻ്റെ എല്ലാ രൂപങ്ങളും നാം ഉപേക്ഷിക്കേണ്ടതാണ്. ക്രിസ്ത്യാനികളും പ്രത്യേകിച്ച് കത്തോലിക്കരും ഇത് ഒരേ സമയത്ത് പള്ളിയിൽ പോവുകയും പിന്തുടരുകയും ചെയ്യുന്നവരുണ്ട്. ആസ്ട്രോളജി, ഹോറോസ്കോപ്പ്, റെയ്ക്കി, ഈ പ്രാക്ടീസസ് എല്ലാം കത്തോലിക്ക സഭ വിലക്കിയിട്ടുള്ള പ്രാക്ടീസസാണ്. ഒന്നാം കൽപ്പനയ്ക്ക് എതിരായിട്ടുള്ളതാണ്. ദ കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ അതിൽ വൃത്തിയായി തെളിച്ചത്തോടെ ക്ലാരിറ്റിയോടെ അത് പ്രതിപാദിക്കുന്നുണ്ട്. സാത്താനെ അല്ലെങ്കിൽ പിശാചുക്കളെ ആശ്രയിക്കുന്നത് മരിച്ചവരോടുള്ള മാന്ത്രിക സംവേദനം അല്ലെങ്കിൽ ഭാവി വെളിപ്പെടുത്തുന്നു എന്ന മട്ടിൽ മിഥ്യാസങ്കല്പത്തിൽ ചെയ്യപ്പെടുന്ന ഇതുപോലുള്ള പ്രവൃത്തികൾ, ജാതകനോട്ടം, നക്ഷത്രഫലം, കൈനോട്ടം, ശകുനങ്ങളുടെയും കുറികളുടെയും വ്യാഖ്യാനം, ന്യൂമറോളജി, ടാരറ്റ് കാർഡ്സ്, അതീന്ദ്രിയ ദർശനം എന്ന പ്രതിഭാസം, മാധ്യമങ്ങളോടുള്ള ആലോചന തേടൽ എല്ലാം സമയത്തിൻ്റെയും ശരീരത്തിൻ്റെയും മേൽ ആത്യന്തികമായ അപഗ്രഥനത്തിൽ മറ്റു മനുഷ്യരുടെയും മേൽ ശക്തിയുണ്ടാവുക എന്ന ആഗ്രഹത്തെയും ലൂസിഫറിനെ പോലെ നിഗൂഢ ശക്തികളെ പ്രസാദിപ്പിക്കാനുള്ള മോഹത്തെയും വെളിപ്പെടുത്തുന്നു. നമുക്ക് ദൈവത്തോട് മാത്രമുണ്ടായിരിക്കേണ്ട പൂർണ്ണ ആശ്രയത്വം, ബഹുമാനം, ആദരവ്, സ്നേഹപൂർണമായ ഭയം എന്നിവയ്ക്ക് തികച്ചും എതിരാണ് ഇവയെല്ലാം. ജാലവിദ്യയുടെയോ ആഭിചാരത്തിൻ്റെയോ മന്ത്രവാദത്തിൻ്റെയോ ആയിട്ടുള്ള എല്ലാ പ്രവൃത്തികളും മതാത്മക സുഹൃതത്തിന് ഗൗരവപൂർവകമായ വിധം എതിരാണ്. അവ വഴി നിഗൂഢ ശക്തികളെ സ്വന്തം സേവനത്തിനായി കീഴടക്കാനും മറ്റുള്ളവരുടെ മേൽ പ്രകൃതിക്ക് എതിരായിട്ടുള്ള രീതിയിൽ ശക്തി സമ്പാദിക്കാനും ആഗ്രഹിക്കുന്നത് സെൽഫിഷ്നെസ്സാണ്. അത് ദൈവത്തിൻ്റെ പ്ലാനിലും ഡിസൈനിലും ഉള്ള കാര്യമല്ല. അത് നമ്മളുടെ വ്യക്തിപരമായിട്ടുള്ള ഡിസൈനുള്ളതാണ്. അതിന് ദൈവത്തിൻ്റെ കയ്യൊപ്പ് ഒരിക്കലും ഉണ്ടാവില്ല. ഇത്തരം പ്രവൃത്തികൾ ആരെയെങ്കിലും ദ്രോഹിക്കണമെന്ന ചിന്തയോടുകൂടിയോ പിശാചുക്കളുടെ ഇടപെടലിനെ ആശ്രയിച്ചോ ചെയ്യുമ്പോൾ നാം നമുക്ക് മാത്രമല്ല, ദൈവം നമ്മെ ഏൽപ്പിച്ച് തന്നിരിക്കുന്ന വ്യക്തികളുടെ മേൽ ശാപം കോരി ഒഴിക്കുന്ന അവസ്ഥയിലേക്ക് നാം വഴുതി വീഴുന്നു. ആഭിചാര വസ്തുക്കൾ ധരിക്കുന്നതും അപലപനീയമാണ്. അരൂപി സേവ, സ്പിരിറ്റിസം പലപ്പോഴും ജ്യോതിഷത്തോടും ജാലവിദ്യയോടും ന്യൂമറോളജിയോടും ബന്ധപ്പെട്ടതാണ്. അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ സഭ വിശ്വാസികൾക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പരമ്പരാഗതമെന്ന് വിളിക്കപ്പെടുന്ന ചില ചികിത്സാ രീതികളെ ആശ്രയിക്കുന്നത് ദുഷ്ടശക്തികളോടുള്ള പ്രാർത്ഥനയോ മറ്റുള്ളവരുടെ ദുർബല വിശ്വാസത്തെ റെയ്ക്കി പോലുള്ള പ്രാക്ടീസ് കാരണം ചൂഷണം ചെയ്യുന്നതിനെയോ ഒരിക്കലും നീതീകരിക്കാൻ ആവില്ല. ഇതിനെ പറ്റിയുള്ള പ്രസ്താവന പരിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തന്നെ ഇറക്കിയിട്ടുള്ളതാണ്. നീ നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൽ പ്രതിപാദിക്കുന്നു. ദൈവത്തിൽ വിശ്വസിക്കാനും അവിടുന്ന് പ്രത്യാശിക്കാനും സർവോപരി
അവിടുത്തെ സ്നേഹിക്കാനും ഒന്നാമത്തെ കൽപ്പന നമ്മളെ ആഹ്വാനം ചെയ്യുന്നു. നീ നിൻ്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം എന്ന് മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 10-ാം വാക്യത്തിൽ നാം കാണുന്നു. ദൈവത്തെ ആരാധിക്കുക, അവിടുത്തോട് പ്രാർത്ഥിക്കുക, അവിടുത്തേക്ക് നൽകേണ്ട ആരാധന സമർപ്പിക്കുക, അവിടുത്തോട് ചെയ്ത വാഗ്ദാനങ്ങളും വ്രതങ്ങളും നിറവേറ്റുക എന്നിവ ഒന്നാം കൽപ്പനയോടുള്ള അനുസരണത്തിൻ്റെ കീഴിൽ വരുന്ന മതാത്മകത എന്ന സുഗതത്തിൻ്റെ പ്രവൃത്തികളാണ്. ദൈവത്തിന് യഥാർത്ഥമായ ആരാധന സമർപ്പിക്കുക എന്നത് ഒരു വ്യക്തി എന്ന നിലയിലും സമൂഹ ജീവി എന്ന നിലയിലും മനുഷ്യ കടമയാണ്. തൻ്റെ മതം രഹസ്യമായും പരസ്യമായും സ്വതന്ത്രമായും ഏറ്റുപറയാൻ മനുഷ്യന് സാധിക്കണം, നമ്മൾക്ക് സാധിക്കണം. യഥാർത്ഥ ദൈവത്തിന് നാം നൽകുന്ന ആരാധനയിൽ നിന്നുള്ള വേർപിരിഞ്ഞു പോകലാണ് അന്ധവിശ്വാസം. ആ രീതിയിൽ നിന്ന് നമ്മൾ വേർപെട്ടു പോയി കഴിയുമ്പോൾ പിന്നീട് ധൂർത്തപുത്രൻ്റെ വഴിയിൽ ആണ് നമ്മൾ ചരിക്കുന്നത്. അത് വിഗ്രഹാരാധനയിലും ഭാവി ഫല പ്രവചനം, ജാലവിദ്യ, അതുപോലെ കത്തോലിക്ക സഭ നോ എന്ന് ക്ലിയറായി പറഞ്ഞിട്ടുള്ള ഒന്നാം കൽപ്പനയ്ക്കെതിരായിട്ടുള്ള പ്രാക്ടീസസിൽ കൂടെ നമ്മൾ പല രീതിയിൽ കൂടെ കടന്ന് പോയി നമ്മളുടെ ജീവിതം തന്നെ നാശത്തിലേക്ക് തള്ളിവിടുന്ന അവസ്ഥയിലേക്ക് ദൈവത്തിൻ്റെ മനോഹരമായ ആ ഡിസൈനിൽ നിന്ന് മാറി നമ്മുടേതായിട്ടുള്ള സെൽഫിഷ് ഡിസൈനിൽ കൂടെ യാത്ര ചെയ്യുന്ന ഒരവസ്ഥയിൽ കൊണ്ടുചെന്ന് ആക്കുന്നു. വാക്കുകളിലും പ്രവൃത്തികളിലും ദൈവത്തെ പരീക്ഷിക്കുന്നതും ദൈവദോഷവും വിശുദ്ധ വസ്തുക്കളുടെ ക്രയവിക്രയവും പ്രഥമ കൽപ്പനയാൽ നിരോധിക്കപ്പെട്ട മതനിന്ദയുടെ പാപങ്ങളാണ്. നിരീശ്വരവാദം ദൈവത്തിൻ്റെ അസ്തിത്വത്തെ തള്ളിക്കളയുകയോ നിഷേധിക്കുകയോ ചെയ്യുക എന്നത് പ്രഥമ കൽപ്പനയ്ക്കെതിരായിട്ടുള്ള പാപമാണ്. തിരുസ്വരൂപങ്ങളുടെ വണക്കം ദൈവവചനത്തിൻ്റെ മനുഷ്യാവതാര രഹസ്യത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. അത് പ്രഥമ കൽപ്പനയ്ക്ക് എതിരല്ല. ഒരു രൂപത്തെയും നാം ആരാധിക്കുന്നില്ല. മരിച്ചുപോയ നമ്മളെ കുടുംബത്തിലെ സ്നേഹമുള്ള അംഗങ്ങളെ അവരെ ആ ഫോട്ടോയിൽ കൂടെ കണ്ട് നാം ഓർത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ നല്ല മനസ്സോട് അവർ ചെയ്ത കാര്യങ്ങൾ ഓർക്കുകയും ചെയ്യുന്നതിനേക്കാൾ എത്രയോ മഹത്തായ കാര്യമാണ് വിശുദ്ധരെയും മാതാവിനെയും യൗസപിതാവിനെയും വണങ്ങുകയും അവരുടെ വിശുദ്ധി വഴി പിതാവായ ദൈവത്തിൻ്റെ അടുക്കൽ നമ്മളുടെ പ്രാർത്ഥനകൾ, നമ്മുടെ യാചനകൾ, our supplications and our requests നമ്മൾ ഒരു സ്പീഡ് പോസ്റ്റ് പോലെ, ഒരു ഗ്യാരണ്ടീഡ് സ്പീഡ് പോസ്റ്റ് പോലെ, ഒരു ഗ്യാരണ്ടീഡ് എക്സ്പ്രസ് കുരിയർ സർവീസ് പോലെ ലൈറ്റ്നിങ് സ്പീഡിലെത്തിക്കാൻ നാം ശ്രമിക്കുന്നത്. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഒന്നാം കൽപ്പനയുടെ ലംഘനം നമ്മളുടെ ജീവിതത്തിൽ വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ ഓർത്ത് പശ്ചാത്തപിക്കുകയും പരിഹാരം കാണുകയും ചെയ്ത ധൂർത്തപുത്രൻ വരുന്നതും കാത്തിരിക്കുന്ന ആ നല്ല പിതാവാണ് നമ്മുടെ ദൈവം. ആ പിതാവിൻ്റെ അടുക്കൽ നമ്മളുടെ പാപങ്ങളെല്ലാം ഓർത്ത് പശ്ചാത്തപിച്ച് കുമ്പസാരത്തിൽ ഏറ്റുപറഞ്ഞ് നിരുപാധികം പൂർണ്ണമായി നമ്മളെ വിട്ടുകൊടുത്ത് പിതാവായ ദൈവത്തിൻ്റെ മുന്നിൽ നമുക്ക് അടിയറ വയ്ക്കാം. അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗം സന്തോഷിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.